അപ്പോൾ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് വെൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന എന്ന് പറയുന്ന വളരെ കൃത്യമായ കൃഷിപ്പണികൾ ചെയ്തു പോകുന്ന ഒരു തോട്ടത്തിൻ്റെ വീഡിയോ കേട്ടോ. അപ്പോൾ തോട്ടത്തിൻ്റെ ആളുടെ പേരും ഒന്നും പറയില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്ഥലം എവിടെയൊന്നും പറയരുതെന്ന് പറഞ്ഞാണ് വീഡിയോ ഷൂട്ടിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ മാർഗനിർദ്ദേശത്തിൽ പോകുന്നൊരു ചെറിയൊരു തോട്ടമാണ്. വീഡിയോ എടുക്കുന്നത് അത്രയ്ക്ക് വലിയ താല്പര്യമുള്ളതൊന്നും ആളൊന്നും അല്ല, എന്നാലും നമ്മളായതുകൊണ്ട് ഒരു വീഡിയോ എടുക്കുക. താഴോട്ട് അങ്ങനെ താഴോട്ടാണ്, അപ്പോൾ മേളിലോട്ട് നോക്കുക. അങ്ങനെ നമുക്ക് ചിലവർക്കൊന്ന് തോട്ടത്തിൽ കയറി അങ്ങനെ നല്ലതായിട്ട് വീഡിയോ ഒക്കെ എടുക്കുന്നത് അത്രയ്ക്ക് താല്പര്യമുള്ള ആൾക്കാരൊന്നും അല്ല. ഒത്തിരി പേർക്ക് അങ്ങനെ തന്നെ, കാരണം അവർ അതിനോട് വലിയ താല്പര്യം. കായ് സെറ്റിങ്സ് നോക്കിയോ, ഒറ്റ കായ് പോലും കായ് പൊഴിച്ചിലൊന്നുമില്ല. ചെറിയ ചെറിയ ഫിസേറിയത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്. ഫ്ലവറിങ് ശകലം കുറവാണ്. പിന്നെ ഇപ്പോൾ തന്നെ ഫ്ലവറിങ്ങിനെ എൻകറേജ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ഒരു ഫ്ലവറിങ് സ്റ്റിമുലൈസറും കായ്ക്ക് തൂക്കം കിട്ടാൻ വേണ്ടി എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് കൂടെ ആണ് ഇതിനകത്ത് ഇനി സജക്റ്റ് ചെയ്യാനുള്ളത്. ഇപ്പോൾ കായൊക്കെ ഇപ്പം നല്ലതായിട്ട് സെറ്റായി നിൽക്കുന്ന സമയമില്ല. അപ്പോൾ ഇനിയിപ്പം കായ കൂടുതൽ പിടിക്കുമ്പോൾ പൂക്കൾ ശകലം കുറവുണ്ടേ. വേറെതായ പ്രശ്നങ്ങളൊന്നും, അഴുകൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും നിലവിൽ ഈ തോട്ടത്തിൽ കണ്ടുവരുന്നില്ല. ഇതിൻ്റെ വിശദമായ കൃഷിപ്പണികളെക്കുറിച്ചുള്ള വീഡിയോകളൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് അപ്ലോഡ് ചെയ്തേക്കാവേ. ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് കട്ട് ചെയ്ത് ഞാൻ ഗ്രൂപ്പിലിടാം. അപ്പം പ്രിയപ്പെട്ടവരെ എല്ലാവരും നമ്മുടെ യൂട്യൂബ് ചാനലൊന്ന് കയറി കാണുന്നുണ്ട്, വേണ്ട സപ്പോർട്ടുകളൊക്കെ തരിക. ഇതേപോലുള്ള മനോഹരമായ വീഡിയോകൾ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യും. അതിൻ്റെ വിശദമായ കാര്യങ്ങളുമൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ തീർച്ചയായിട്ടും വരുന്ന ദിവസങ്ങളിലെല്ലാം തന്നെ നമ്മുടെ ചാനലിൽ കാണും. നമ്മൾ നോക്കുന്ന ചെറിയ ചെറിയ തോട്ടങ്ങളുടെ വീഡിയോസുമൊക്കെ പരമാവധി നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്താം കേട്ടോ. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കുക, അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക. എല്ലാവരുടെയും അഭിപ്രായങ്ങളായിരിക്കും നമ്മളെ കൂടുതൽ പഠിപ്പിക്കാനും കൂടുതൽ കാര്യങ്ങൾ അറിയാനും ഒക്കെ സഹായിക്കുന്നത്. അപ്പോൾ ഇതിനകത്തുള്ള കുറവുകളൊക്കെ നിങ്ങൾ പറയുക. ഈ തോട്ടത്തിൽ എന്തൊക്കെയാണ് നിങ്ങൾ നോക്കിയിട്ട് കുറവുകൾ കാണുന്നതെന്നൊക്കെ ഒന്ന് അഭിപ്രായം രേഖപ്പെടുത്തുക. അപ്പം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ പ്രിയപ്പെട്ടവർക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം.